ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് കാലമായി. നമ്മൾ പ്ലാക്ഷവലം ചാപ്റ്ററിലെ ടോപ്പിക്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വിലയിരുത്താം സെക്ഷൻ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ ഇതുവരെ ഇട്ടില്ല. അപ്പം ഇന്നതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. പ്ലവക്ഷവലം ചാപ്റ്ററിൻ്റെ വിലയിരുത്താം സെക്ഷനാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒരു വസ്തുവിൻ്റെ വായുവിലെ ഭാരം 0.2 കിലോഗ്രാം വെയിറ്റും പൂർണ്ണമായും ശരത്തിൽ മുങ്ങിയിരിക്കുമ്പോഴുള്ള ഭാരം 0.19 കിലോഗ്രാം വെയിറ്റുമാണെങ്കിൽ എ. വസ്തുവിന് ജലത്തിലുള്ള ഭാരനഷ്ടം എത്രയായിരിക്കും? ബി. വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷബലം എത്ര? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കണക്കാക്കേണ്ടത് വസ്തുവിന് ജലത്തിലുണ്ടാകുന്ന ഭാരനഷ്ടമാണ്. അപ്പോൾ അത് കണക്കാക്കാൻ നമ്മൾ വായുവിലെ ഭാരം മൈനസ് ജലത്തിലെ ഭാരം ചെയ്യണം. 0.2 മൈനസ് 0.19 ചെയ്യുമ്പോൾ 0.01 കിലോഗ്രാം വെയിറ്റ് കിട്ടും. അതാണ് ജലത്തിലെ ഭാരനഷ്ടം. ഇനി അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ടത് വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷബലം. പ്ലവക്ഷബലം എന്തിനു തുല്യമായിരിക്കും? ജലത്തിലെ ഭാരനഷ്ടത്തിന് തുല്യമായിരിക്കും. അപ്പോൾ ഭാരനഷ്ടം തന്നെയാണ് പ്ലവക്ഷബലം, അതായത് 0.01 കിലോഗ്രാം വെയിറ്റ്. പക്ഷേ ബലമായതുകൊണ്ട് കിലോഗ്രാം വെയിറ്റിനെ നമ്മൾ ന്യൂട്ടണിലേക്ക് മാറ്റണം. അപ്പോൾ 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് 9.8 ന്യൂട്ടണാണ്. അപ്പം 0.01 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് 0.01 ഇൻറ്റു 9.8 അത്രയും ന്യൂട്ടണാണ്. അത് ചെയ്ത് കഴിയുമ്പം 0.098 ന്യൂട്ടൺ എന്ന് കിട്ടും. അതാണ് പ്ലവക്ഷബലത്തിൻ്റെ മൂല്യം. ഇനി രണ്ടാമത്തെ ചോദ്യം. ഒരേ വ്യാസമുള്ള ഒരു ചെമ്പുഗോളവും ഇരുമ്പുഗോളവും ജലത്തിനടിയിൽ സ്ഥിതി ചെയ്യുന്നു. ചെമ്പിൻ്റെ സാന്ദ്രത 8900 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, ഇരുമ്പിൻ്റെ സാന്ദ്രത 7800 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. രണ്ടിലും അനുഭവപ്പെടുന്ന പ്ലവക്ഷബലം തുല്യമാണോ? ഉത്തരം സാധൂകരിക്കുക. അപ്പോൾ ഒരേ വ്യാസമുള്ള ചെമ്പുഗോളമുണ്ട്, ഇരുമ്പുഗോളമുണ്ട്. വ്യാസം സെയിം ആയിരിക്കുന്ന സമയത്ത് അതിൻ്റെ വ്യാപ്തവും സെയിം ആയിരിക്കും. ചെമ്പുഗോളത്തിൻ്റെയും ഇരുമ്പുഗോളത്തിൻ്റെയും വ്യാപ്തം സെയിം ആയിരിക്കും. സാന്ദ്രതയിൽ വ്യത്യാസമുണ്ട്. രണ്ട് ഡിഫറെൻറ്റ് വസ്തു ആയതുകൊണ്ട് സാന്ദ്രതയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ പ്ലവക്ഷബലം തുല്യമായിരിക്കുമെന്ന്. പ്ലവക്ഷബലം എന്തിനൊക്കെയാണ് ആശ്രയിക്കുന്നത്? പ്ലവക്ഷബലം ആശ്രയിക്കുന്ന 2 ഘടകങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് വസ്തുവിൻ്റെ വ്യാപ്തവും 2 ദ്രവത്തിൻ്റെ സാന്ദ്രതയും ആണ്. അപ്പം നോക്കുക, ഇവിടെ രണ്ട് വസ്തുക്കളുടെയും വ്യാപ്തം തുല്യമാണ്. ഇവിടെ വസ്തുക്കളുടെ സാന്ദ്രതയിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. വസ്തുക്കളുടെ സാന്ദ്രത പ്ലവക്ഷബലത്തിനെ സ്വാധീനിക്കില്ല. അപ്പം പ്ലവക്ഷബലത്തിനെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങളിൽ ഇവിടെ വ്യത്യാസമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ചെമ്പുഗോളത്തിലും ഇരുമ്പുഗോളത്തിലും അനുഭവപ്പെടുന്ന പ്ലവക്ഷബലം തുല്യമായിരിക്കും. ഇവിടെ ചെമ്പുഗോളത്തിൻ്റെയും ഇരുമ്പുഗോളത്തിൻ്റെയും വ്യാപ്തം തുല്യമായതുകൊണ്ട് രണ്ടിലും അനുഭവപ്പെടുന്ന പ്ലവക്ഷബലവും തുല്യമായിരിക്കും. വസ്തുക്കളുടെ സാന്ദ്രത പ്ലവക്ഷബലത്തിനെ സ്വാധീനിക്കുന്നില്ല. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ കൊടുത്ത പ്രസ്താവനകൾക്ക് കാരണം എഴുതുക. എ. ഹീലിയം വാതകം നിറച്ച കളിപ്പാട്ട ബലൂണുകൾ വായുവിൽ മുകളിലേക്ക് ഉയരുകയും കാർബൺ ഡൈ ഓക്സൈഡ് നിറച്ച ബലൂണുകൾ താഴുകയും ചെയ്യുന്നു. അപ്പോൾ ഹീലിയം വാതകം നിറച്ച കളിപ്പാട്ട ബലൂണുകൾ വായുവിൽ മുകളിലേക്ക് ഉയരുന്നു, അതേസമയം കാർബൺ ഡൈ ഓക്സൈഡ് നിറച്ച ബലൂണുകൾ താഴുകയാണ് ചെയ്യുന്നത്. എന്താണ് ഹീലിയം? ഹീലിയം എന്ന് പറയുന്നത് എന്താണ്? വളരെ സാന്ദ്രത കുറവുള്ള ഒരു മൂലകമാണ്, അല്ലെങ്കിൽ വാതകമാണ്. അപ്പം ഭാരം വളരെ കുറവാണ്. ഭാരം വളരെ കുറവാകുന്ന സമയത്ത് താഴെ നിന്നും വായുവിൻ്റെ പ്ലവക്ഷബലം അതിൻ്റെ മേലെ അനുഭവപ്പെടുമ്പോൾ അത് മുകളിലേക്ക് ഉയർന്നു പോകുന്നു. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസ് അങ്ങനെയല്ല. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് നല്ല സാന്ദ്രതയുള്ള ഒരു വാതകം അല്ലെങ്കിൽ മൂലകമാണ്. അതുകൊണ്ട് തന്നെ അതിന് നല്ല ഭാരമുണ്ട്. അപ്പം അതിനേക്കാളും കൂടുതൽ പ്ലവക്ഷബലം അതിൻ്റെ മേലെ അനുഭവപ്പെടില്ല. താഴെ നിന്നുള്ള പ്ലവക്ഷബലത്തിന് ഭാരത്തിനെ അതിജീവിക്കാനായിട്ട്, ഓവർകം ചെയ്യാനായിട്ട് കഴിയൂല. അതുകൊണ്ട് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് നിറച്ച ബലൂണുകൾ താഴുന്നു. ഇനി അടുത്തത് ബി. തുറമുഖത്തെത്തി ഭാരം ഇറങ്ങിക്കഴിയുമ്പോൾ കപ്പൽ ജലത്തിൽ കൂടുതൽ പൊങ്ങുന്നു. തുറമുഖത്തെത്തി കപ്പലിന് ഭാരം ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കപ്പൽ ജലത്തിൽ കൂടുതൽ പൊങ്ങും. എന്തുകൊണ്ടാണ്? ഭാരം ഇറക്കി വെക്കുന്ന സമയത്ത് അവിടെ കപ്പലിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷബലവും കപ്പലിൻ്റെ ഭാരവും
കപ്പൽ ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ ഭാരവും ഏകദേശം തുല്യമാവുന്നു. അപ്പോൾ അത് പൊങ്ങി നിൽക്കുന്നു. വസ്തുവിൻ്റെ ഭാരം പ്ലവക്ഷമലത്തിനേക്കാളും കൂടുതലാവുന്ന സമയത്ത് വസ്തു ജലത്തിൽ താഴ്ന്നു പോകുന്നു. കപ്പലിൻ്റെ ഭാരം താഴ്ന്ന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമലത്തിനേക്കാളും കൂടുതലാവുമ്പം കപ്പൽ ജലത്തിലേക്ക് താഴ്ന്നു പോകുന്നു. എന്നാൽ കപ്പൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷബലവും കപ്പലിൻ്റെ ഭാരവും ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ ഭാരവും തുല്യമാകുമ്പം കപ്പൽ ജലത്തിൽ പൊങ്ങുന്നു. അപ്പം ഇങ്ങനെ വരുമ്പം ആ ഒരു സിറ്റുവേഷൻ വരുന്നു. ഇനി അടുത്ത ചോദ്യം, ബോട്ടുകളിൽ ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കുന്നത് നിർബന്ധമാണ്. പ്ലവക്ഷവലത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുക. അപ്പം ബോട്ടുകളിൽ ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന്. ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് പ്ലവക്ഷബലം കൂടുക? ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ ലൈഫ് ജാക്കറ്റിൻ്റെയും കൂടെ വ്യാപ്തത്തിൽ വരുന്ന ജലം ആദേശം ചെയ്യപ്പെടും. ഇപ്പം നമ്മൾ ലൈഫ് ജാക്കറ്റ് ഇടുമ്പോൾ അവിടെ നമ്മുടെ വ്യാപ്തം കൂടാതെ ലൈഫ് ജാക്കറ്റിൻ്റെ വ്യാപ്തവും കൂടെ കൂടിയിട്ടുള്ള അത്രയും ജലം ആദേശം ചെയ്യപ്പെടുന്നുണ്ട്. കൂടുതൽ വ്യാപ്തം ജലം ആദേശം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത് നമ്മുടെ ഭാരവും ലൈഫ് ജാക്കറ്റിൻ്റെ ഭാരവും കൂടെ കൂടിയിട്ടുള്ള ഭാരം. ആ ഭാരവും ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ ഭാരവും നമ്മളിലും ലൈഫ് ജാക്കറ്റിലും അനുഭവപ്പെടുന്ന പ്ലവക്ഷബലത്തിൻ്റെ മൂല്യവും തുല്യമാവും. അങ്ങനെ ആകുമ്പം വസ്തു ജലത്തിൽ പൊങ്ങിക്കിടക്കും. നമ്മൾ അഥവാ ബോട്ടും താഴേക്ക് വീണ് കഴിഞ്ഞാലും ഈ ലൈഫ് ജാക്കറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ മുങ്ങിപ്പോവില്ല, നമ്മൾ പൊങ്ങി തന്നെ കിടക്കും. കാരണം അവിടെ പ്ലവന തത്വം പാലിക്കപ്പെടുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം, പൂരിത ഉപ്പുലായനിയുടെ സാന്ദ്രത 1025 kg/m³ ആണ് എങ്കിൽ ആപേക്ഷിക സാന്ദ്രത എത്രയായിരിക്കും? ആപേക്ഷിക സാന്ദ്രതയ്ക്കുള്ള സമവാക്യം പൂരിത ഉപ്പുലായനിയുടെ സാന്ദ്രത / ജലത്തിൻ്റെ സാന്ദ്രത. ഒരു ലായനിയുടെ ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കാൻ ആ ലായനിയുടെ സാന്ദ്രത / ജലത്തിൻ്റെ സാന്ദ്രതയാണ്. അപ്പോൾ ഇവിടെ അത് പൂരിത ഉപ്പുലായനിയുടെ സാന്ദ്രത ഹരിക്കണം ജലത്തിൻ്റെ സാന്ദ്രത. അപ്പോൾ 1025 ഹരിക്കണം 1000 ചെയ്ത് കഴിഞ്ഞാൽ 1.025 എന്ന് കിട്ടും. ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഇല്ല, അതുകൊണ്ട് ഉത്തരം 1.025. അടുത്ത ചോദ്യം, ഒരേ വസ്തു സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് വായുവിലും വ്യത്യസ്ത രീതികളിൽ ഒരു ദ്രാവകത്തിലും താഴ്ത്തി വെച്ചിരിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു വസ്തു തന്നെ എടുത്ത് അതിനെ വായുവിൽ പിടിച്ച് ഭാരം കണക്കാക്കുന്നുണ്ട്. പിന്നെ ദ്രാവകത്തിൽ വ്യത്യസ്ത രീതികളിൽ പിടിച്ച് അതിൻ്റെ ഭാരം കണക്കാക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ 3 കേസിൽ സ്പ്രിംഗ് ബാലൻസിലെ റീഡിങ് എത്രയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. 4ാമത്തെ കേസിലെ റീഡിങ് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ ക്വസ്റ്റ്യൻ, ചിത്രം 2, 3 എന്നിവയിൽ പ്ലവക്ഷബലത്തിൽ വ്യത്യാസം അനുഭവപ്പെടുന്നതിന് കാരണം എന്ത്? നമ്മൾ 2ാമത്തെ ചിത്രം എടുക്കുന്ന സമയത്ത് അവിടെ വസ്തു ദ്രാവകത്തിൽ ഭാഗികമായിട്ട് മാത്രമേ മുങ്ങിയിരിക്കുന്നുള്ളൂ. എന്നാൽ 3ാമത്തെ ചിത്രം എടുത്ത് നോക്കുമ്പോൾ അവിടെ വസ്തു പൂർണ്ണമായിട്ടും ആ ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്നുണ്ട്. ഭാഗികമായിട്ട് മുങ്ങിയിരിക്കുന്ന സമയത്ത് അതിൽ അത്രത്തോളം മാത്രമേ പ്ലവക്ഷബലം അനുഭവപ്പെടുകയുള്ളൂ. എത്ര ഭാഗം മുങ്ങിയിരിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് മാത്രമേ പ്ലവക്ഷബലം അനുഭവപ്പെടുകയുള്ളൂ. പ്ലവക്ഷബലത്തിൻ്റെ മൂല്യം കുറവായിരിക്കും. പ്ലവക്ഷബലത്തിൻ്റെ മൂല്യം കുറവായിരിക്കുമ്പോൾ ഭാരക്കുറവും കുറവായിരിക്കും. കാരണം ഭാരക്കുറവ് എന്ന് പറയുന്നത് പ്ലവക്ഷബലത്തിൻ്റെ മൂല്യത്തിന് തുല്യമാണ്. പൂർണ്ണമായിട്ടും മുങ്ങിയിരിക്കുന്ന സമയത്ത് 3ാമത്തെ ചിത്രത്തിൽ പ്ലവക്ഷബലം കൂടുതലായിട്ട് അനുഭവപ്പെടുക. അപ്പം ഭാരക്കുറവും കൂടുതലുണ്ടാകും. കൂടുതൽ ഭാരക്കുറവ് ഉണ്ടാകുമ്പം ആദ്യത്തെ ഭാരത്തിനേക്കാളും കുറവായിട്ടുള്ള ഒരു മൂല്യമായിരിക്കും സ്പ്രിംഗ് ബാലൻസിൽ കാണിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ 30 ന്യൂട്ടൺ കാണിച്ചത്. 2ാമത്തെ കേസിൽ പ്ലവക്ഷബലം കുറച്ച് കുറവാണ്. 3ാമത്തെ കേസിൽ അതിനേക്കാളും പ്ലവക്ഷബലം കൂടുതലായിരിക്കും. പ്ലവക്ഷബലം കൂടുതലായിരിക്കുമ്പോൾ ഭാരക്കുറവ് കൂടുതലായിരിക്കും, അപ്പം ഭാരം കുറയും. അതാണ്. ഇനി അതിൻ്റെ ബി ചോദ്യം, 4ാമത്തെ ചിത്രത്തിൽ സ്പ്രിംഗ് ബാലൻസിലെ റീഡിങ് എത്രയാണ്, എന്തുകൊണ്ട്? അപ്പം 4ാമത്തെ ചിത്രം നോക്കുമ്പം വസ്തു പൂർണ്ണമായും ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുകയാണ്. 3ാമത്തെ ചിത്രത്തിലും വസ്തു പൂർണ്ണമായും ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുകയാണ്. വസ്തു പൂർണ്ണമായും ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുമ്പം അത് ഏത് പൊസിഷനാണെങ്കിലും റീഡിങ് സെയിം ആയിരിക്കും. റീഡിങ്ങിൽ വ്യത്യാസം ഉണ്ടാവില്ല. റീഡിങ് ആ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ല. വസ്തു പൂർണ്ണമായും ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന കേസിൽ ഏത് പൊസിഷനിലാണെങ്കിലും റീഡിങ് സെയിം ആയിരിക്കും. അപ്പം 4ാമത്തെ ചിത്രത്തിലും കാണിക്കുന്ന റീഡിങ് 30 ന്യൂട്ടൺ തന്നെയായിരിക്കും. അവിടെ പ്ലവക്ഷബലം കാരണം വസ്തുവിനൊരു ഭാരക്കുറവുണ്ടായി.
ആ ഭാരക്കുറവിന് ശേഷമുള്ള ഭാരം എന്ന് പറയുന്നത് 30 ന്യൂട്ടണാണ്. അതാണ് സ്പ്രിംഗ് ബാലൻസിൽ റീഡിങ് കാണിക്കുക. ഇനി അടുത്ത ചോദ്യം. വായുവിൽ 800 ന്യൂട്ടൺ ഭാരമുള്ള ഒരു വസ്തു ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ആ വസ്തുവിൻ്റെ ജലത്തിലെ ഭാരം എത്രയായിരിക്കും? വസ്തു ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ ഭാരം എത്ര? അപ്പം വസ്തു ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന കേസിൽ ജലത്തിലെ ഭാരം എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ടതാണ്. ജലത്തിലെ ഭാരം 0. വസ്തു ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരം എത്ര? ഇപ്പോൾ ഒരു വസ്തു ജലത്തിൽ പൊങ്ങിക്കിടക്കുമ്പം അത് ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ ഭാരമെന്ന് പറയുന്നത് വസ്തുവിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. വസ്തുവിൻ്റെ ഭാരമെന്ന് പറയുന്നത് 800 ന്യൂട്ടണാണ്. അപ്പോൾ ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരവും 800 ന്യൂട്ടൺ തന്നെയായിരിക്കും. അപ്പോൾ അത്രയാണ് വിലയിരുത്താം സെക്ഷനിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു പ്ലവക്ഷാമലം എന്ന ചാപ്റ്റർ ഇവിടെ തീർന്നിരിക്കുകയാണ്. ഓക്കെ, താങ്ക്